ഒരു കൗതുകത്തിന്റെ പേരിൽ ഞാനൊന്ന് നട്ടതാ. 25 വർഷമായ വേറൊരു ചാമ്പ ഞാൻ കാണിച്ചു തരാം. അതിന്റെ ചരിത്രം അതാണ്. മാമ്പഴ പുളിശ്ശേരിക്കും മാമ്പഴ പായസത്തിനും സൂപ്പറാ. ഒരമ്മ പ്രസവിച്ച എല്ലാ മക്കളും ഒരേ സുന്ദരനും ആവൂല. നിങ്ങളെ എന്നിട്ടൊരു കാഴ്ച കാണിക്കാം. ഇന്ന് വളരെ വ്യത്യസ്തമായ വിളവെടുപ്പാ നമ്മൾ നടത്താൻ പോണേ. പഴുത്തിട്ടുണ്ടോ നോക്കിയേ. ആണോ? ഞാൻ വിചാരിച്ചതേ ആ ചക്ക ഇങ്ങനെ കറുത്ത് കിടന്നത് ഇട്ടിട്ട് അകത്തെ കുരുവിനിങ്ങനെ ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ദേ ആ കറുത്ത ചക്കയില്ലേ, അത് പഴുത്തതാന്ന് ഞാൻ വിചാരിച്ചേ. ഇതുമൊക്കെ കറുത്തല്ലേ കിടക്കണേ. പഴുത്തിട്ടില്ല. ഇത് പഴുത്തിട്ടില്ല. പഴുത്തിട്ടുണ്ടെങ്കിൽ അണ്ണാൻ അപ്പം തന്നെ അറിയിക്കും. മൂത്തിട്ടുണ്ട് എന്തായാലും. സ്റ്റാർ ഫ്രൂട്ട് വീണ് കിടക്കണ്. വേനൽക്കാലത്താ ഇത് പഴുക്കണത്. ഭയങ്കര പുളിയാ. പക്ഷെ ഇതിന്റെ മധുരമുള്ള ടൈപ്പ് വേറെ ഉണ്ട്. ഇത് പുളിയാ. ഇത് പറവൂര് അമ്മച്ചിയുടെ ചേച്ചിയുടെ മുല്ലാൽച്ചാച്ചൻ തന്നതാ ഇതിന്റെ തയ്യ. അതെ, നല്ല സമ്പുഷ്ടിയായിട്ട് നിക്കണം. എന്ത് കാണിച്ചാലും ഇത് പോവില്ല അല്ലേ. നല്ല മരം. വേനക്കില്ലേ ഒരു തണലാ ഇവിടെ. അതെ 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 അതെ. ഇവിടെയൊക്കെ കാടൊക്കെ വിട്ട് ശരിയാക്കി കഴിയുമ്പോൾ അടയ്ക്കാമരം ഇത് ഇവിടെ നിൽക്കട്ടെ. അടയ്ക്കാമരം മംഗളാടയ്ക്ക പണ്ട് തിരുമറയൂരിന് വേണോന്നും പറഞ്ഞാൽ ഇവിടുത്തെ അപ്പച്ചനുള്ളപ്പോ കൊണ്ടുവന്ന അതിന്റെ തയ്യ. അപ്പച്ചന് വേണ്ടി കരമ്പോള. എന്നും ഞാനല്ലേ പാഷൻ ഫ്രൂട്ട് പറിക്കണത്. ഞാനും ഒപ്പം പറിക്കണതല്ലേ നീ വീഡിയോ എടുക്കാറ്. ഇന്ന് നീ പറിക്കണ ഒരു പാഷൻ ഫ്രൂട്ട് നീ ഒന്ന് എടുത്തേ. ഞങ്ങള് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത്ര ശരിയാവൂലല്ലോ. അതിന് വേണ്ടി കൊമ്പ് താന്ന് മാവിന്ന് താന്നിങ്ങനെ കിടപ്പുണ്ട്. കാറ്റ് വന്നപ്പോ ഇങ്ങനെ താന്ന് വന്നതാ. നേരത്തെ കുറെ ആയി ഇങ്ങനെ താന്ന് കിടക്കണം. അതേ ആ കരിയേപ്പേരയൊക്കെ താന്ന് കാർഷെഡിലേക്കായി. അപ്പൊ ഇത് നീ ഒന്ന് പറിച്ചതേ. ശരിക്കും പഴുത്തില്ല, ലാവൻഡർ കളറാണ്, എന്നാലും പറിച്ചോ. അപ്പൊ ഇനി അടുത്ത വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ചിലപ്പോ അണ്ണാൻ കൊണ്ടുപോകും. അതുകൊണ്ടൊന്ന് പറിച്ചോ. ഞാൻ പിടിക്കില്ല. അല്ലെങ്കിൽ അത് ഒരു കൈ കൊണ്ട് പറിക്കുമ്പോ എന്നാ പിടിക്കാം, വിട്ടുപോരും. പറിച്ചു. ഇവിടെ അടുത്തേക്ക് പോലല്ലോ. വിട്ട് 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 കൈ പിടി. പറിക്കട്ടെ ഇത്. അതും പറിച്ചോ. അതും കിട്ടി. എല്ലാം താഴത്തേക്ക് ഇറങ്ങി കിടക്കുക. കുറെ എണ്ണം രാവിലെ തൊണ്ട് താഴെ ഇടും, എന്നാലും കുറച്ച് കിട്ടുന്നുണ്ട് ഇപ്പം. ഓക്കെ. നല്ലോണം വിളഞ്ഞ് പഴുത്ത പാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ അതിനകത്ത് പുളി കുറവായിരിക്കും. എങ്കിലും ഞാനൊരു പൊടിക്ക് ഉപ്പിടും കേട്ടോ, അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ മധുരം വേണമെങ്കിൽ ഞാൻ ഇടാറുള്ളൂ. സ്വല്പം ഹണി ഒഴിച്ചാൽ അടിപൊളിയാട്ടോ. മഴ പെയ്യാത്ത കാരണം ഒരു ഗുണം ഉണ്ടായിട്ടോ. അങ്ങ് ദൂരെ കണ്ടോ നമ്മുടെ ആ പൂവിട്ട കാഴ്ച, ആ ഉണ്ണിമാങ്ങകളെല്ലാം വലുതായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഗുണം മഴ പെയ്യാത്തത് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്തിരുന്നെങ്കിൽ അത് മൊത്തം പോയേനെ. പക്ഷെ ഇപ്പോൾ എല്ലാം പൂവിട്ടതെല്ലാം അതേപോലെ പിടിച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമാണ്. വീട്ടുമുറ്റത്ത് ഇങ്ങനെ ഒരു മാവുള്ളതും. ഇലയൊക്കെ വീഴും ശരിയാണ്, പക്ഷെ അതിങ്ങനെ ഇലയില്ലാതെ മാങ്ങ ഉണ്ടായി കിടക്കണ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. തോണ എന്തായാലും ആ ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് തോന്നുന്നു. കോവിഡ് കാലഘട്ടത്തിൽ ഇവള് പാലാരിവട്ടത്തുനിന്നാന്ന് തോന്നുന്നു. പാലാരിവട്ടത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വന്ന പനിനീർ ചാമ്പയാണ്. ഞങ്ങളുടെ വീട്ടിൽ ചേട്ടൻ്റെ ഇവിടെ തറവാട്ടിൽ പിങ്ക് നിറത്തിലുള്ള ചാമ്പങ്ങയുണ്ട്. നിങ്ങൾ വീഡിയോയിൽ പല പ്രാവശ്യം ചാമ്പങ്ങ കണ്ടിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാൻ തന്നു വിടുമ്പോൾ വീഡിയോ എടുക്കുന്നത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ട് അവിടെ പിങ്ക് കളറില്ലായിരുന്നു, അപ്പോൾ വൈറ്റ് കളറാണ് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്ന് നട്ടു. കഴിഞ്ഞ വർഷം പൂവിട്ടായിരുന്നു, അത് ഇത്രയും പൂവില്ലായിരുന്നു. ഈ വർഷം നിറച്ച് പൂവിട്ടിട്ടുണ്ട്. മുകളിൽ ഏറ്റവും മുകളിൽ 2 എണ്ണം മുഴുത്തതുണ്ടായതാണ്. പക്ഷെ അതിങ്ങനെ കിളി കൊത്തിയാണോ എങ്ങനെയാണോ പിന്നെ അത് കാണാനില്ല, വീണ് പോയി. അത് കിളി കൊത്തി തിന്നതാണെന്ന് എനിക്ക് തോന്നണത്. അപ്പം ഇത്രയും ഉണ്ടായ സ്ഥിതിക്ക് എന്താണെങ്കിലും 2-3 എണ്ണെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കുറച്ച് വലുതാകുമ്പോൾ ഇങ്ങനെ ഹോളിട്ടേച്ച് കവറിട്ട് കെട്ടിയിടാം. അങ്ങനെ അതില് ഇന്ന് കാണിക്കാൻ വന്നതാട്ടോ. പച്ചയല്ല, വെള്ള നിറത്തിലുള്ള പനിനീർ ചാമ്പ. അത് രുചി അറിയാൻ കിട്ടിയില്ല എങ്ങനെയാന്നുള്ളത്.
ചേട്ടൻ്റെ അടുത്തുള്ള പിങ്ക് നിറത്തിലുള്ളത് നല്ലതാണ്. അതിനിപ്പോൾ എപ്പോഴും പുഴുക്കേടാന്നുമില്ല ഇപ്പം പറയാറുണ്ട്. ഈ അകത്ത് പുഴു കയറുന്നുണ്ടോ എന്താണെന്നറിയില്ല. ഈ മാങ്ങയുടെ പുഴുക്കേട് പോലെ എന്നാണെങ്കിലും പറമ്പിലുണ്ടാവുന്നത് ഒരു കൗതുകല്ലേ. പിന്നെ അപ്പം ഇത് 3 വർഷമായ ചാമ്പ. കിളികൾക്കെങ്കിലും കിട്ടൂലോ. 25 വർഷമായ വേറൊരു ചാമ്പ ഞാൻ കാണിച്ചു തരാം. കിളികൾക്കെങ്കിലും കിട്ടൂലോ അറ്റ്ലീസ്റ്റ്. കിളികൾക്കല്ല, മനുഷ്യർക്കും 2 തിന്നണം. മനുഷ്യരും തിന്നണം, കിളികളും തിന്നണം. നമ്മുടെ ഇവിടെ കൂടുതലും കിളികളാണ് തിന്നണേന്ന് മാത്രം. വൃക്ഷങ്ങൾ കൂടുതൽ ഫലങ്ങൾ കഴിക്കണത്. ഇവിടെയൊക്കെ കുരുകുരുന്നുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. കാര്യമായിട്ടൊന്നും അതിനെ ശുശ്രൂഷിക്കാറില്ല. ഒരു വളം ഇട്ട് കൊടുത്തിട്ടില്ല. കാലത്തെങ്ങാണ്ട് കുറച്ച് ചാണകം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കാര്യമായിട്ട്. ഇപ്പൊ അപ്പയുടെ മഴ ഇവിടെയൊക്കെ പൊട്ടുന്നുണ്ട്. ഈ മാസം ആകുമ്പോഴേക്കും എന്തെങ്കിലും വളയിട്ട് കൊടുക്കാൻ പറയും. ഇപ്പൊ വേനലല്ലേ, വെച്ചിട്ട് കാര്യമില്ല. ഇഷ്ടം പോലെ മുട്ട വിരിയുന്നുണ്ട്. നല്ല രസം. ഇത്രയും മുട്ട വിരിയുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. കമ്പ് വീഴൂട്ടോ തലേട്ട്. അത്രയ്ക്ക് ഉണങ്ങിയിട്ടില്ല. ഇത് കാര്യം കാണുമ്പോൾ ചെറിയ രീതിയിലാണ് ഇത് നിൽക്കണത്. 25 വർഷമൊന്നും നിങ്ങൾക്ക് പഴക്കം തോന്നിക്കില്ല, പക്ഷെ 25 വർഷത്തിന് മേല് പഴക്കമുണ്ട്. അപ്പം നീ കുഞ്ഞായിരുന്ന സമയത്ത് ഓർക്കണ്ടോ, അവിടെയെല്ലാം മുരുക്ക് കൊമ്പ് നട്ടയച്ച് അതിൽ കൊടി കയറ്റിയായിരുന്നു. അതുപോലെ ജാതി നട്ടായിരുന്നത്. അപ്പം മോട്ടറടിച്ച് നനയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെല്ലാം ഇങ്ങനെ ഇത് വന്ന ഫംഗസ് ബാധ വന്ന എല്ലാം പോയി. ആ സമയത്ത് നേഴ്സറിയിൽ നിന്ന് ഇങ്ങനെ ഇത് തൈ മേടിക്കാൻ, ജാതി തൈയും മറ്റേ കുരുമുളകിൻ്റെ തണ്ടും മേടിക്കാനായിട്ട് കവറിലാണ് തണ്ട് മേടിച്ചതിൻ്റെ പോയ സമയത്ത് ഞാനും പോയിട്ടുണ്ട്. ചെറുപുഷ്പം നേഴ്സറി. അപ്പം അവിടെ ചാമ്പത്തൈ കണ്ടപ്പോൾ ചുമന്ന പിൻ്റെ സാധാ ഓർഡിനറി ചാമ്പത്തൈ കണ്ടപ്പോൾ ഞാനൊരു ചാമ്പത്തൈ എടുത്തപ്പോൾ അപ്പു പറഞ്ഞു കാശിനും കൊള്ളൂല, എന്തിനാ അതൊക്കെ മേടിക്കണമെന്ന് ചോദിച്ചു. നിസ്സാര പൈസ ഉണ്ടായിരുന്നുള്ളൂ അതിന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൗതുകം എന്നാന്ന് വെച്ചാൽ പഴൂര് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പ്രവർത്തി ചാച്ചൻ്റെ അവിടെ. അപ്പം ഞാൻ പറഞ്ഞു അത് ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ അത് ചുമ്മാ ഇങ്ങനെ നട്ടു. ഞാൻ നട്ട ആകെയുള്ളൊരു ഫലവൃക്ഷമാണത് ഈ പറമ്പിൽ ആകെയുള്ളു. പിന്നെ ഞാൻ നടിയിക്കുന്നത് മുഴുവൻ കാന്താരിമുളകായിരിക്കും. അന്നും ഒന്നും ഒരുപോലെ കേട്ടോ, വലിയ വളർച്ചയൊന്നും ഇതിനുണ്ടായിട്ടില്ല. 25 വർഷം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് മാവ് പോലെ വലുതായി വരേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഈ വളർച്ചയാണ്. പക്ഷെ എല്ലാ കൊല്ലവും അവരിൽ പൂക്കും. എല്ലാ കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഉണ്ടാവും. കുഞ്ഞോളേച്ചിയുടെ ആ പോൾസന്റെ മോന് ഭയങ്കര ഇഷ്ടമായത്. ഉണ്ടായി കഴിയുമ്പോൾ പഴുത്ത് കഴിയുമ്പോൾ ഞാൻ പറിച്ച് കൊടുത്തു വിടാറുണ്ട്. അതുപോലെ ഏതെങ്കിലുമൊക്കെ പിള്ളേര് പണ്ട് നമ്മുടെ മറ്റേ കൊച്ചിന് ഇഷ്ടമായിരുന്നു, നമ്മുടെ നെയ്ബറ ഓർക്കണില്ലേ, പറിച്ച് തിന്നണത്, പറിച്ചു കൊടുക്കും. പിന്നെ ഇത് ഒരു കൗതുകത്തിന്റെ പേരിൽ ഞാനൊന്ന് നട്ടതാ. ഇഷ്ടം പോലെ ഉണ്ടാവും വേനൽ സീസൺ ആകുമ്പോൾ. അപ്പം എനിക്ക് വലിയ സന്തോഷമാണ്. തിന്നില്ലെങ്കിലും ഇങ്ങനെ ഉണ്ടായി കിടക്കണത് സന്തോഷമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ സൈഡ് നോക്കി മുറ്റത്തിൽ നിന്ന് കുറേ മാറ്റി എന്നാണെങ്കിലും ആർക്കും ശല്യമില്ലാത്തൊരു സ്ഥലത്ത് അന്ന് വെച്ചതാണ്. അപ്പം അതിൻ്റെ ചരിത്രം അതാണ്. അവളുടെ കോവിഡ് കാലഘട്ടത്തിൽ അവൾ മേടിച്ചുകൊണ്ട് വന്നു. അത് വില കൂടിയ തൈയാണ്. ഇത് സാധാ ചാമ്പയായതുകൊണ്ട് ചുമ്മാ നിസ്സാര പൈസ ഏതാണ്ട് ഉണ്ടായിരുന്നു. ഇത് മേടിച്ച് നട്ട. ഏതായാലും മുകളിലേക്ക് കുറേ കൊമ്പുകളൊക്കെ ഉണങ്ങി ഒടിഞ്ഞൊക്കെ പോയായിരുന്നു. എന്നാലും അത് പോയിട്ടില്ല. അപ്പം എനിക്ക് വലിയ സന്തോഷം ഇതിൻ്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ. നമ്മുടെ ഹോം ഗ്രോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ബനാന സപ്പോട്ടയാണ് കേട്ടോ. അവിടെയൊക്കെ വലുതായി നിൽപ്പുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയോ? ഒരെണ്ണം തൊട്ടപ്പോഴേക്കും വിട്ടു പോന്നു. നിങ്ങളെ അത് പറിക്കണത് കാണിക്കാൻ പറ്റില്ല, പക്ഷെ തൊട്ടപ്പോഴേക്കും വിട്ടു പോണു. പഴുത്ത് ഉണങ്ങിയ പോലെ ആയത്. അതെ, നമ്മൾ കവർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇനി മധുരം ഉണ്ട് കേട്ടോ, പക്ഷെ അതിന് നമുക്ക് ചെന്നിട്ട് നോക്കാം. ഇത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. പറിക്കണതേ ബനാന സപ്പോർട്ടാണ്. ബനാനയുടെ അത്രയും വലുതാവുന്ന പറഞ്ഞു, പക്ഷെ അത്രയും വലുതായില്ല. കാരണം തൈ ചെറുതല്ലേ. കുഞ്ഞു തൈ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ. നോക്കാം എന്തായാലും. ഉണ്ടല്ലോ, ഓരോ വർഷവും നോക്കാം വലുതാവുന്നതനുസരിച്ച്. നല്ല മഴക്കാറാട്ടോ. കാണാം. നല്ല യെല്ലോ ആയല്ലോ. പിന്നെ അതെന്നാന്നോ, ഞാനിങ്ങി പൊട്ടിച്ചു കഴിഞ്ഞാൽ വേറെ പൊട്ടിക്കാനില്ല. അങ്ങനെ ലാസ്റ്റ് പപ്പായ ഇനി പൂത്തുണ്ടാവണം. നൗചാച്ചി നാള് വന്നപ്പോ പറഞ്ഞു ഇതൊക്കെ എന്റെ ചാച്ച വെട്ടിപ്പറിച്ച് കളഞ്ഞു പുതിയ തൈ വെക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു മഴ പിടിക്കട്ടെ മോനെ, നന്നായിട്ട് മഴ പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഞാൻ അതിലേക്ക് കൊണ്ടുവന്ന് കാണിക്കാം. ഇവിടെ കോൺക്രീറ്റ് മുഴുവൻ പൊട്ടിച്ചത് ഇതിലിട്ടേക്കണാരനെ വഴിയിലിടാൻ വേണ്ടി ഇവിടെ ഇടിച്ചു കഴിഞ്ഞു മൊത്തം. അപ്പൊ അത് കാരണം ഇതിൽ നടക്കാൻ ഇച്ചിരി പാടാം. മഴ പെയ്തു തുടങ്ങിയെന്ന് തോന്നുന്നു. ഇങ്ങനെ കാണിക്കാം, പല രീതിയിലും കാണിക്കാം. മാമ്പഴം നമുക്ക് ചെത്താം. മാമ്പഴം ഓർമ്മ ദേ എല്ലാ രീതിയിലും കാണിക്കാം. ദേ ഇങ്ങനെ ചറൊക്കെ കയ്യിലാവും കേട്ടോ. ചറിയില്ല.
ഈ ആഞ്ഞിലി മരം കണ്ടോ, ഇത് ആഞ്ഞിലിക്കയുടെ വെയിറ്റ് കാരണം അതിൻ്റെ ഒരു കൊമ്പ് ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കുക കേട്ടോ. ഏത് സമയവും കൂടുതൽ ചാഞ്ഞ് വരാം. ബാക്ക്ഗ്രൗണ്ടിലെ മഴക്കാർ കണ്ടോ, കാറ്റ് വീശുമ്പോഴാണ് ഇത് കൂടുതൽ ഇങ്ങനെ ചാഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിലും നല്ല ചായവുണ്ട് കേട്ടോ. ഇനി ഒടിയുമോ എന്നുള്ളതാണ് സംശയം. ഒടിഞ്ഞ പണിയാ, മുറ്റത്തേക്കായിരിക്കും വീഴുന്നത്. കണ്ടോ, ഇതാണ് ആഞ്ഞിലി. ആഞ്ഞിലി മരം കണ്ടോ, ആഞ്ഞിലി മരം ആടുന്നത്. ഇങ്ങോട്ട് ചെരിഞ്ഞു വന്ന പോലെ തോന്നിട്ടോ. കണ്ടോ കണ്ടോ, പൊടിയൊന്നുമില്ല, പക്ഷേ ഇങ്ങോട്ട് ചെറിയണ പോലെ തോന്നും. അപ്പം നമ്മൾ നമ്മുടെ കനിഞ്ഞ് നിൽക്കണ നല്ല മണമുള്ള നാട്ടുമാവിൻ്റെ ചുവട്ടിൽ നിൽക്കുക. സുന്ദരി മാങ്ങ, സുന്ദരി മാങ്ങ. അപ്പം മാവിൻ്റെ ചുവട്ടിൽ നിന്ന് പിറക്കിയെടുക്കണം. നല്ല മണം, പ്രേക്ഷകർക്ക് മണം കിട്ടൂല. അതെ, ഇത് ചപ്പി കുടിക്കണ മാങ്ങ കേട്ടോ, തൊണ്ടി എത്തണമല്ല. ചപ്പി കുടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരിക്കും മാമ്പഴ പായസത്തിനും സൂപ്പറാണ്. ഞങ്ങൾ പായസം ഇതുവരെയും തന്നെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി. പണി നടക്കണോണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പുളിശ്ശേരി പല പ്രാവശ്യം ഉണ്ടാക്കി കേട്ടോ. അപ്പം നമുക്ക് പിറക്കി ഒരു ബക്കറ്റിലേക്ക് എടുക്കാം. നിങ്ങളെ എന്നിട്ടൊരു കാഴ്ച കാണിക്കാം. പിറക്കട്ടെ. നമ്മുടെ വീട്ടിലെ സുന്ദരൻ മാങ്ങ, ഒരു പോയിസണോ ഒന്നും അടിക്കാത്ത പ്രകൃതി കനിഞ്ഞു നൽകിയ സൗഭാഗ്യം. അതാണ് ഇവൻ. കണ്ടോ, സിമ്പിളൻ മാങ്ങ. ഇത് അത്രയും സിമ്പിളനായിട്ടില്ല, ഇത് നല്ല സിമ്പിളാണ്. എല്ലാവർക്കും ഒരുപോലെ ഇരിക്കൂലല്ലോ. ഇപ്പൊ വീണതുകൊണ്ട് നല്ല ഒരമ്മ പ്രസവിച്ച എല്ലാ മക്കളും ഒരേ സുന്ദരിയും സുന്ദരനും ആവൂല. അതാവൂല. അതുപോലെ പല ഷേപ്പിലായിരിക്കും പലതും. ഭയങ്കര നമുക്ക് നോക്കാം ഇവിടെ വീണ് കിടപ്പുണ്ടോന്ന്. ഓ ആ, ഇവിടെ ഉണ്ട്. ഇടട്ടെ. നമ്മൾ പറഞ്ഞ ആ മനോഹരമായ കാഴ്ച ഇതാണ്. എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഇങ്ങനെ കേട്ടോ മാങ്ങ പെറുക്കിക്കൊണ്ട് തന്നെ. ഇത് എല്ലാ ദിവസവും ഒരു ബക്കറ്റ് കിട്ടാറില്ല, എന്നാലും മിക്കവാറും തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കിട്ടുന്ന അന്നന്ന് കിട്ടുന്ന സാധനങ്ങൾ അന്നന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തി സംഗതി തീർക്കും. ബന്ധുക്കൾക്കും അയൽവക്കക്കാർക്കും എല്ലാവർക്കും കൊടുക്കും. ഒരു 5-8 എണ്ണം മാത്രം സ്റ്റോർ ചെയ്ത് ഒരു 8-10 എണ്ണം വീട്ടിൽ ഇരിപ്പുണ്ടാവും. ബാക്കി എല്ലാവർക്കും പരിസരത്തും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ പതിവ്. ഇനിയിപ്പോൾ കുറച്ച് സിറപ്പെടുത്ത് വെക്കാനുണ്ട്. അത് ഈ അകത്ത് കയറി പണിയണകാരനെ ഒന്നും നടക്കണില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ കാണുക, എന്നിട്ട് അഭിപ്രായം പറയുക. ഒന്നിടവിട്ട കൊല്ലേ ഉണ്ടാവുള്ളൂ. വളരെ രുചികരമാണ്. ആരുണ്ടെന്നുള്ളൊരു മൈനസ് പോയിന്റ് മാത്രമേ ഇതിനുള്ളൂ. നാട്ടുമാങ്ങയ്ക്ക് എപ്പോഴും ആരുണ്ടാവും. അതുകൊണ്ട് ചെത്തി തിന്ന അത്ര സുഖകരമല്ല. ഞാൻ പറഞ്ഞില്ലേ, കഴുകിയേച്ച് മൂക്ക് കടിച്ചു കളഞ്ഞ് ചപ്പി കുടിക്കുക, അതാണ് ഏറ്റവും നല്ലത്. അതൊരു ദിവസം കാണിക്കാം. ഓക്കെ. വീണോ ഏതെങ്കിലും? ഞാൻ പെറുക്കാം. അത് പൊട്ടിയതാ. അത് നമുക്ക് ഇവിടെ കിളികൾക്ക് തന്നെ കൊടുക്കാം. വീണപ്പോ ചതഞ്ഞു പോയി. ഒരു മാമ്പഴം കഴിക്കാൻ പോവാണ്. അപ്പോൾ പ്രകൃതിയുടെ മടിത്തട്ടിൽ തന്നെ നിന്നുകൊണ്ടാണ് ഇന്ന് മാമ്പഴം കഴിക്കണേ. മാമ്പഴം ഇന്ന് ചപ്പിയാട്ടോ കഴിക്കാൻ പോണേ. ആദ്യം ഈ ഭാഗം കണ്ടോ, ഇതിങ്ങനെ ഞെക്കണം. ഞെക്കി വരുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ നീര് വരും. അങ്ങനെ വേണം കഴിക്കാനായിട്ട്. നല്ല രസമാണ് അങ്ങനത്തെ ഒരു ഫീലെന്ന് പറഞ്ഞാലോ. പഴുത്തതായത് കാരണം ഇവിടെ പൊട്ടിയിട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ പൊളിച്ചിട്ട് കഴിക്കാം. ഇതിങ്ങനെ പൊളിക്കുക. ഭയങ്കര മധുരമുള്ള മാമ്പഴമാണ്, അടിപൊളിയാണ്. നീ കണ്ടോ, മധുരം ഇട്ട പോലത്തെ മധുരം. എന്നാ ടേസ്റ്റാണെന്നറിയോ, ഇത് മൊത്തം ഇങ്ങനെ പൊളിക്കണം. കണ്ടോ, ഇത് മൊത്തം പൊളിക്കണം. പൊളിച്ചിട്ടാ വീണ് കിട്ടിയതാ. അപ്പം നല്ല കട്ടും മധുരാ. കണ്ടോ, ഈ ഒരു പരുവത്തിലായി കിട്ടണം. ഇനി വേണം കഴിക്കാൻ. അടിപൊളി. ഞങ്ങൾക്ക് ഇതിന് ചപ്പി തിന്നാന്നാണ് പറയണേ.
മാവിൻ്റെ ചോട്ടിലേക്ക് ഓടിപ്പോവും കാറ്റ് വീഴുമ്പോഴേക്കും. നിറയെ പിടുപിടുന്ന് വീഴും. അപ്പം തന്നെ പെറുക്കിയെടുക്കും. മൂക്കു ചെത്ത് നന്നായിട്ട് കഴുകും. അല്ലെങ്കിൽ ചെന മൊത്തം മുഖത്ത് പറ്റും. എന്നിട്ട് ഇതുപോലെ ചപ്പി കഴിക്കും. ഓ, എന്നാ ടേസ്റ്റാണെന്നറിയോ? അടിപൊളിയാ. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ കിട്ടിയിട്ടുള്ളവരും ശരിക്കും അതൊരു ട്രഷർ തന്നെയാണ്. നാരുള്ള മാങ്ങയാണ് ഇങ്ങനെ കഴിക്കാൻ രസം കേട്ടോ. മറ്റേ മാങ്ങ ഇത്രയും രസമില്ല ചപ്പി തിന്നാനായിട്ടാ. പൂളി തിന്നുന്ന മാങ്ങയില്ലേ, അതിന് വലിയ ആരില്ലാത്ത മാങ്ങയാണ് പൂളി തിന്നുന്നത്. കുറച്ച് നാരുള്ള ടൈപ്പ് മാങ്ങ ഇങ്ങനെ ചപ്പി തിന്നാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ വിളവെടുത്ത വേറൊരു ഫ്രൂട്ടാണ് ദേ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്. കണ്ടോ? അയ്യോ, താഴെ പോയി. മിറാക്കിൾ ഫ്രൂട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് പിന്നെ പുളിയുള്ള മറ്റെന്ത് വസ്തുക്കൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്കതിന് പുളി ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നമ്മളങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല. ഒരു മരമായിട്ടിങ്ങനെ നിൽപ്പുണ്ട്. സമ്മർ സീസണിലാണ് ഇത് ഉണ്ടാവണത്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇടയ്ക്ക് പറിച്ച് കഴിക്കും, അത്രേ ഉള്ളൂ. എങ്കിലും വേനൽക്കാലത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണല്ലോ. വളമൊക്കെ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും കേട്ടോ. ഒരു കൊല്ലം നമ്മൾ എല്ലുപൊടിയൊക്കെ ഇട്ടപ്പം ഇത് നിറച്ചുണ്ടായിരുന്നു, ഇലയില്ലാത്ത പോലെ. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തായിരുന്നേ. അപ്പോൾ ഇപ്പം അങ്ങനെ ഇതങ്ങനെ ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് അങ്ങനെ വളമൊന്നും അങ്ങനെ ഇടാറില്ല. പക്ഷേ എന്നാലും ഇവനുണ്ടാവും. പ്രത്യേകിച്ച് അങ്ങനെ പരിചരണമൊന്നും വേണ്ട. ഇതാണ് വേറൊരു ഫ്രൂട്ട് നമുക്കുള്ള. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മളങ്ങനെ വിളവെടുക്കാറൊന്നുമില്ല. ഇത് അയ്യോ, ഇതിൻ്റെ പേരെന്താ, പേരും പറഞ്ഞില്ല. കിളിഞ്ഞാവലാണിത്. കിളികൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ നട്ടിരിക്കുന്ന. ഇത് മൊത്തം പൂവിടാറുണ്ട് കേട്ടോ. പൂവിട്ട് വേഗം കായാവും. കായായ ഒരെണ്ണം പോലും പിന്നെ അതിൽ നിൽക്കില്ല. എല്ലാം കിളികൾ തന്നെ കൊണ്ടുപോകും. അവർക്ക് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിരിക്കുന്ന ചെടിയാണ് കിളിഞ്ഞാവൽ. കണ്ടോ, ഇതതിൻ്റെ പൂവാണ്. ഈ പൂവ് ഈ മരം നിറച്ചുണ്ടാവും കേട്ടോ. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വിരിയും. ഒരു ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ കായ. പക്ഷെ വേഗം തന്നെ അത് കിളി കൊത്തി തിന്നുകയും ചെയ്യും. അപ്പോൾ അതാണ് കിളിഞ്ഞാവലിൻ്റെ വിശേഷങ്ങൾ. ഇത് വിളവെടുക്കാറൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതങ്ങ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടുവളപ്പിൽ നട്ടിട്ടുള്ള മറ്റൊരു ഫലവൃക്ഷ ചെടിയാണ് ദേ മുട്ടപ്പഴം, എഗ് ഫ്രൂട്ട് എന്നൊക്കെ പറയും. ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമല്ല എന്നറിയാം. പക്ഷെ ഞാനിതിൻ്റെ വലിയൊരു ആരാധികയാണ്. നല്ല പുഴുങ്ങിയ മുട്ടയുടെ ആ മഞ്ഞക്കുരുവില്ലേ, അതിൻ്റെ ടേസ്റ്റാണിത്. എനിക്കിത് ഭയങ്കര കാര്യമാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. പക്ഷേ ഇത് പഴുത്ത് പാകമായി വരുമ്പോൾ ജൂണൊക്കെ ആവും. എന്നിരുന്നാലും നമ്മുടെ വീട്ടുവളപ്പിലുണ്ടായതല്ലേ, അതുകൊണ്ട് ഞാൻ ചുമ്മാ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നട്ടിട്ടുള്ള മറ്റൊരു ചെടിയാണ് സോർസോപ്പ്, അതായത് മുള്ളാത്ത എന്ന് പറയുന്നത്. ധാരാളം ഉണ്ടാവും കേട്ടോ മുള്ളാത്തയിൽ. അതിൻ്റെ വിളവെടുപ്പൊക്കെ വരുന്നത് ജൂണൊക്കെ ആകുമ്പോഴാണ് അത് പഴുക്കുള്ളൂ. ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. ഉണ്ടായി തുടങ്ങുമ്പോൾ വലിയ വലിപ്പം ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ പഴുത്തൊക്കെ വരുമ്പോഴേക്കുണ്ടല്ലോ നല്ല വലിയ സൈസായി മാറും. ഇത് ശരിക്കും ഒരു ചക്കയുടെയൊക്കെ പകുതി ആ ഒരു വലിപ്പത്തിൻ്റെ അത്രയും വലിപ്പമുള്ള മുള്ളാത്തയൊക്കെ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബിഗ് സൈസായിരുന്നു അത്. ഇത് മൊത്തമൊന്നും നമുക്ക് അങ്ങനെ കഴിച്ചു തീർക്കാനായിട്ട് പറ്റാറില്ല. ഒരെണ്ണം പഴുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലഷി ആയിരിക്കും. അതിൻ്റെ ഭയങ്കര ജ്യൂസി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായി നേരിട്ട് നമ്മൾ പറിച്ച് ഒരു പോയിസണും ഇല്ലാതെ കിട്ടുന്ന ഫ്രൂട്ടല്ലേ. അപ്പോൾ ഞാനും അപ്പയാണ് മെയിനായിട്ട് അത് കഴിക്കാറ്. അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. കണ്ടോ, ഇത് പൂവൊക്കെ ഇട്ട് ആഫ്റ്റർ സം ഡേയ്സ് ഞാൻ വന്നെടുത്ത ഒരു വീഡിയോ ആണ്. കുറേ ഉണ്ടായിട്ടുണ്ട്. മുകളിലൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും താങ്ക് യു ചാമ്പമരം. വെള്ളച്ചാമ്പയാണ്. നമ്മുടെ വെള്ളച്ചാമ്പയ്ക്ക പറിക്കാം. കണ്ടോ, വെള്ളച്ചാമ്പയ്ക്ക നമ്മുടെ പറമ്പിലെ തന്നെ നല്ല ഫ്രഷ്. നല്ല ബലമാണല്ലോ ഇതിന്. വെള്ളച്ചാമ്പയ്ക്ക. അങ്ങനെ ചീവീടുകളുടെ സാന്നിധ്യത്തിൽ ഞാൻ അപ്പം തന്നെ നിന്ന് കഴിച്ചു നോക്കുകയാണ്. മധുരം കുറവാണ്, പക്ഷെ നല്ല ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വളരെ വ്യത്യസ്തമായ വിളവെടുപ്പാണ് നമ്മൾ നടത്താൻ പോണേ. കുറച്ച് ഞാൻ പറിച്ചു. നല്ല മധുരം. അതൊക്കെ മറന്നേ പോയി. കുഞ്ഞു മൾബറിയാണ്. ഇപ്പൊ വലുതൊക്കെ അവൈലബിൾ ആണ്. നമ്മളൊരു വലിയത് നട്ടിട്ടുണ്ട്.
അവര് ഡ്രസ്സ് മാറാൻ വന്ന് ഇവിടെ പറിക്കാൻ പറ്റൂല. പണി നിർത്തി 5:15 അപ്പൊ അമ്മയൊന്ന് പിടിക്കുവോ? ഞാൻ മൾബറി പറിക്കണേ. പിടിക്കാം. കുറേ മൾബറീസ് ഉണ്ട്, നമുക്ക് പറിച്ചെടുക്കാവേ. ഇത് ഇങ്ങനെ പറിക്കുക. ഇതിവിടെ ഉണ്ട്. ഓ കണ്ട, ഇത് ഒരുമിച്ച് കഴിക്കുന്ന രസം എന്ന് അപ്പം എപ്പോഴും പറയാറുണ്ട്. ഇനിയും ഉണ്ട് അതിനകത്ത്. ഒരുമിച്ച് പറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ പറിക്കണം. ഫോക്കസ് കിട്ടല്ല, ഞാൻ ഈ കൈ കൊണ്ട് പറിക്കണ കാരണം. പറിച്ചെടുക്കാം. അമ്മയ്ക്ക് ഇഷ്ടമാണോ മൾബറി? നല്ല മധുര, എനിക്കിഷ്ടം. പകല് പറിക്കായി സൂക്ഷിച്ച് പറിക്കണം കേട്ടോ. സ്റ്റൂളൊക്കെ കയറി നിൽക്കണ കാരണം. കറുത്ത ബനിയനും കയ്യും പൈജാമയും കാണാം. തലയൊക്കെ കാണാം. തലയില്ലാതെ പിന്നെ എന്നാ ചെയ്യണേ? തലയില്ലെങ്കിൽ വല്ലത്തിനും കൊള്ളാവോ? വലുത് നമ്മൾ നട്ടിട്ടുണ്ട്, പക്ഷെ ഉണ്ടായിട്ടില്ല. ബ്രസീലിയൻ അത് നമുക്കുണ്ട്, പക്ഷെ ഉണ്ടായിട്ടില്ല. അതിന്റെ മീഡിയം സൈസ് ഉണ്ട്. കുരുമുളക് പൊടിയുടെ തിരിയുടെ പകുതി ഉള്ളതുണ്ട്. ഫസ്റ്റ് ഡേ കുറച്ചേ കിട്ടിയുള്ളൂ, കാരണം അധികം പറിക്കാൻ പറ്റില്ല കേട്ടോ, നേരം കിട്ടിയില്ല. അതേ സെക്കൻഡ് ഡേ കണ്ടോ, ഇഷ്ടം പോലെ കിട്ടി. ഇതിങ്ങനെ ഒരുമിച്ച് കഴിക്കുമ്പോഴേ ഏറ്റവും ടേസ്റ്റ് കേട്ടോ. കണ്ടോ, മൾബറിയുടെ ചോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ നമ്മുടെ മൾബറി ചെടിയുടെ ചോട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് വീതം പറിക്കുന്നതിലും രസം ഇത് ഒരുമിച്ച് കഴിക്കാനാട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ പറിച്ചെടുത്തത്. ഇനി നമുക്കിത് ഒരുമിച്ച് കഴിക്കാം, ഓരോന്ന് വീതം. ഇതെങ്ങെടുക്കണം. അടിപൊളിയാട്ടോ. പൊട്ടിയിരുന്നു. പഴുത്ത് പൊട്ടിയതാണോ? അല്ല, വരഞ്ഞു വെച്ചതാ ഞാൻ. ഇട്ട് കഴിഞ്ഞപ്പോ പഴുക്കാൻ വേണ്ടി വരഞ്ഞു വെച്ചതാ. പഴുക്കാൻ വേണ്ടി തന്നെ എടുത്തിട്ടോ. അല്ല, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല, അകത്ത് വെട്ടി. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഫ്രൂട്ട്സ് വിളവെടുപ്പിന്റെ ഉത്സവം ചക്കയോടുകൂടി അവസാനിക്കുകയാണ്. അതെ അതെ, ചക്കയില്ലാതെ എന്ത് ഫ്രൂട്ട്സ് വിളവെടുപ്പ്. ഈ വർഷം നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സ് നമ്മുടെ പറമ്പിൽ നിന്നും അല്ലാതെയും നമുക്ക് കിട്ടിയതുമായിട്ട് നമ്മൾ വിളവെടുത്തു. അതെല്ലാം നമ്മളിപ്പോൾ കണ്ടു. നമുക്ക് തന്നെ അതിശയം തോന്നി, ഇത്ര അധികം ഫ്രൂട്ട്സ് നമ്മൾ വിളവെടുത്തോന്ന്. അപ്പൊ ഇനി ഇതോടുകൂടി നമ്മൾ അവസാനിക്കുകയാണ് കേട്ടോ. ഞാൻ പഴുക്കാൻ വേണ്ടി വരഞ്ഞു വെച്ചതാട്ടോ ഒരുപാട് ഇട്ടപ്പൻ, വേറെ ഒന്നുമല്ല. അപ്പം പൊളിക്കാം. കൂഴച്ചക്കയാണ്. പൊളിച്ചൊക്കെയാണ്. നാളെ ഇതിന്റെ പഴുപ്പ് മൊത്തം എടുക്കും. അന്നേരം നീ ഓഫീസിൽ പോയേക്കുമായിരിക്കും. എടുക്കാൻ സമയമില്ല, നൈറ്റ് ആയതാ. നൈറ്റ് ആവണം, ഇനിയിപ്പോ പറ്റൂല, സമയമില്ല. കാരണം പഴുപ്പെടുക്കുന്ന വീഡിയോ നേരത്തെ ഉണ്ട് കേട്ടോ. നമ്മ വെട്ടുകത്തിയാണല്ലോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെയാട്ടെ, സാധനങ്ങളൊന്നും കാണാനില്ല. കൺസ്ട്രക്ഷൻ ഇവിടെ നടക്കുന്നത് കാരണം ഒരു സാധനവും എടുത്ത സ്ഥലത്ത് ഇരിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ മെയിൻ പ്രശ്നം. ഇങ്ങനെ ഞാൻ പൊളിക്കണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പൊളിച്ചെടുക്കണില്ല, അതുകൊണ്ടാട്ടോ. ഇങ്ങനെയല്ല ചക്ക പൊളിക്കേണ്ടത്. മൊത്തം എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന് കാണിക്കാതായാലും പ്രേക്ഷകർ നീ അങ്ങനെ എടുക്കണമെന്നല്ലേ പറഞ്ഞു ഏതാണ്ട് രീതിയിൽ. കളറൊക്കെ ഇച്ചിരി കുറവാ, പക്ഷെ നല്ല മധുരമുള്ള ചക്കയാട്ടോ. നല്ല മധുരം. കൂഞ്ഞിൽ നിന്നാണോ അതിന് പറയുന്നത് അല്ലേ? കൂഞ്ഞിൽ വളർത്തി വെച്ച് തരാം. കളർ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറവാട്ടോ. ഉള്ളിലേക്ക് ഇരിഞ്ഞിടാൻ അതാ നല്ലത്. നിങ്ങൾ പറഞ്ഞ വായിലേക്ക് വെച്ചു. മധുരം ഉണ്ടോ? തേൻ മാറ്റി വെക്കും. ഓ, അത്ര മധുര? അതാ മുൻചാരി എന്നാണ് പറഞ്ഞത്. മധുരം, നല്ല മധുരം. അതാ കുഞ്ചാച്ചൻ പറഞ്ഞു ഇത്രയും മധുരം. അപ്പൊ ഞാനും ഓർത്തേ ഈ സമയത്ത് ഇത്രയും മധുരം കിട്ടിയോ. അതുകൊണ്ട് കളർ നീ പറഞ്ഞാൽ ഇച്ചിരി കുറവാന്നേ ഉള്ളൂ കേട്ടോ. ചക്കക്കുരു ബഹുവേവന. മുരിങ്ങക്കോലും ചക്കക്കുരു വലുത്തിയ. അതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം, ഈ ചക്ക പൊളിക്കാൻ. ചക്കക്കുരു കിട്ടിയ 2-3 ദിവസത്തെ കറിയായി. മതി ഞാൻ ഇത്രയൊക്കെ കഴിക്കും. അപ്പം ഞാനൊരു ചക്കപ്രേമി ആയതുകൊണ്ട്, പ്രത്യേകിച്ചും ഒരു കൂഴച്ചക്ക പ്രേമി ആയതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തു. ഇതാണ് സംഭവം. ചക്കപ്പഴം കഴിക്കുക. ഞാനിവിടെ ഫോൺ വെച്ചോ, അപ്പോൾ വെയിൽ വന്നു.
നല്ല മധുരമുള്ള കൂഴച്ചക്കപ്പഴമാണ്. കടുമധുര. വേനൽക്കാലം എന്ന് പറയുന്നത് പഴങ്ങളുടെ കൂടെ ഉത്സവമാണ് അല്ലേ. അതിലെ പ്രധാനിയാണ് ചക്കപ്പഴം, മാമ്പഴം ഒക്കെ അതിലെ പ്രധാന താരങ്ങളാണ്. ചാമ്പയ്ക്ക, അങ്ങനെ ഇഷ്ടംപോലെ സംഗതികളുണ്ട് അല്ലേ. നമ്മുടെ പറമ്പിൽ തന്നെ 2-3 പഴവർഗ്ഗ ചെടികൾ നട്ട് കഴിഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് പറമ്പിലോട്ട് ഇറങ്ങിയാൽ അവിടെ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ വിശപ്പടക്കാൻ പാകത്തിന് ഫ്രൂട്ട്സ് കിട്ടും. വെരി യമ്മി. അപ്പം ഈ വർഷം ചക്കപ്പഴം കഴിക്കാൻ പറ്റാത്തവർക്ക് എത്രയും വേഗം കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാനിത് കഴിക്കുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിളവെടുപ്പ് വിശേഷങ്ങൾ. അങ്ങനെ അവസാനിക്കുകയാണ്. അതോടുകൂടി ഒരു സീസൺ അവസാനിക്കുകയും മറ്റൊരു സീസണിൻ്റെ തുടക്കവും ആകുകയാണ് അല്ലേ. വേനൽക്കാലം അവസാനിച്ചു, ഇനി മഴക്കാലത്തിൻ്റെ ആരംഭമാണ്. ഇനി നമുക്ക് മഴക്കാല വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ വേനൽക്കാലത്തിൻ്റെ തുടക്കം തൊട്ട് ഞാൻ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഓരോ ക്ലിപ്പിങ്സാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ ഒരുമിച്ച് ചേർത്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതും എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ഒരു പല ഫ്രൂട്ട്സിനും മധുരമൊക്കെ ഇത്തിരി, അതായത് ചാമ്പയ്ക്കൊക്കെ മധുരമൊക്കെ ഇത്തിരി കുറവായിരുന്നെങ്കിലും നമുക്കത് തരുന്നത് വളരെ ഒരു ആത്മസംതൃപ്തിയും സന്തോഷമാണ്. കാരണം നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുണ്ടായതല്ലേ, ഒരു പോയ്സണും ഇല്ലല്ലോ. അതാണ് നമുക്കതിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമുക്കിതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പറ്റുന്നവരൊക്കെ വീട്ടുമുറ്റത്ത് ഒരു ഫലവൃക്ഷ ചെടി നട്ട് വളർത്താനായിട്ട് ശ്രമിക്കുക. ഭാവിയിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ബൈ, നാളെ കാണാം.